നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം രമ്യ ഗിരിജ, സർട്ടിഫൈഡ് കരിയർ കോച്ചും കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറുമാണ്. ഹാക്കിംഗ് ഈ വേർഡ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അല്ലേ? കാരണം നമ്മൾ എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലാണ്. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് സൈബർ അറ്റാക്ക്. ഹാക്ക് ചെയ്യുന്നു, നമ്മളുടെ സെക്യൂരിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? പക്ഷെ എന്നാൽ എല്ലാ ഹാക്കേഴ്സും വില്ലൻസ് അല്ല. ദെയർ ആർ ഹാക്കേഴ്സ് ഹു ആർ ഹീറോസ്. ദേ ആർ കോൾഡ് എത്തിക്കൽ ഹാക്കേഴ്സ്. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്, എങ്ങനെ ഒരു എത്തിക്കൽ ഹാക്കർ ആവാം. ഹാക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനല്ല, മറിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നവരാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഡേറ്റ സെക്യൂരിറ്റി നോക്കുക, അതിന്റെ വൾണറബിലിറ്റി മനസ്സിലാക്കുക, ഈ റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഈവൻ ഒരു സൈബർ അറ്റാക്ക് ട്രയലായിട്ട് വരെ ഇവർ നടത്തി നോക്കാറുണ്ട്. ഒരു ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റാ സിസ്റ്റത്തിന്റെ റിസ്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷന്റെ ഡിഫൻസ് സിസ്റ്റമാണ് ഈ പറയുന്ന എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് എല്ലാവരും ഡിജിറ്റൽ വേൾഡിലാണ്. അതായത് ഒരു റിയൽ വേൾഡും ഒരു പാരലൽ വേൾഡും നമുക്കുണ്ട്, ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പറയുന്നൊരു ഡേറ്റാ സെക്യൂരിറ്റി നമുക്ക് ആവശ്യമാണ്. അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എത്തിക്കൽ ഹാക്കർ ആവാൻ സാധിക്കുക എന്നത്. ഈ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അതൊരു സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഹാക്കറോ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കറോ ആവാൻ സാധിക്കില്ല. നമുക്ക് അതിൻ്റെതായ ഒരു സ്കിൽ ഉണ്ടാവണം. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു ചോയ്സ് +2 കമ്പ്യൂട്ടർ സയൻസോ IT അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കുന്നതാണ്. വേറെ സബ്ജക്റ്റ് പഠിച്ച ആൾക്കാരും എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കോഴ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞാൽ BSc കമ്പ്യൂട്ടർ സയൻസോ BSc IT BCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. അത് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ബിക്കം എ എത്തിക്കൽ ഹാക്കർ. ഇത് കൂടാതെ ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഉഡമി, കോഴ്സറ, ട്രൈ ഹാക്ക് മീ, ഇവരൊക്കെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ കോഴ്സസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്നും അത് എങ്ങനെയാണ് ഒരു എത്തിക്കൽ ഹാക്കർ പ്രവർത്തിക്കേണ്ടതെന്നും അവരുടെ റോൾ എന്താണെന്നും അവരുടെ ഡ്യൂട്ടി എന്താണെന്നും എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കർ ആവണമെങ്കിൽ ഈ പറഞ്ഞൊരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് ഈസി ആയിരിക്കും. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. അത് ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് സെൽഫ് ടോട്ട് ആയിട്ട് അതിലേക്ക് എത്താവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വഴിയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഇനി ഹാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ മാത്രമല്ല ഉണ്ടാവേണ്ടത്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വില്ലനല്ല, മറിച്ച് ഹീറോസ് ആണ്. സോ ബി എ ഹീറോ.